12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. സെലക്റ്റബിൾ മാർക്കറിൻ്റെ ഉപയോഗവും എങ്ങനെയാണ് ഇതിനെ തരംതിരിച്ചെടുക്കുന്നതെന്ന് കണ്ടു. അങ്ങനെ നമുക്ക് ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള റീകോമിനന്റ് പ്ലാസ്മിഡുള്ള നമ്മുടെ ആവശ്യമുള്ള ബാക്ടീരിയ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്ടീരിയ അല്ല, പ്ലാസ്മിഡ് അല്ലേ, പ്ലാസ്മിഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ പ്ലാസ്മിഡിനെ നമ്മൾ ബാക്ടീരിയയ്ക്ക് അകത്ത് കൊടുത്ത കാര്യമാണ് പറഞ്ഞത്. പക്ഷേ എങ്ങനെയാണ് ഈ പ്ലാസ്മിഡ് ബാക്ടീരിയയ്ക്ക് അകത്ത് എത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? പ്ലാസ്മിഡ് എന്ന് പറയുമ്പോൾ ഒരു DNA ആണ്. അപ്പോൾ ഈ DNA വെറുതെ ആ മെംബ്രെയിനിൽ കൂടെ കടന്നു പോകാൻ പറ്റില്ല. കാരണം DNA ഹൈഡ്രോഫിലിക് ആണ്. ഫിലിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം ഇഷ്ടപ്പെടുന്നു. ഹൈഡ്രോഫിലിക്, ഹൈഡ്രോഫോബിയ എന്ന് വെച്ചാൽ വെള്ളം വെറുക്കുന്നു അല്ലേ. അപ്പോൾ ഹൈഡ്രോഫിലിക് മോളിക്യൂളാണ്. പക്ഷേ മെംബ്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്? ലിപ്പിഡ് കൊണ്ടല്ലേ. അപ്പോൾ ഈ വെള്ളത്തെ ഇഷ്ടപ്പെടുന്നതിന് ലിപ്പിഡിൽ കൂടി കടന്നു പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ബാക്ടീരിയ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അതിനെ പറയുന്ന പേരാണ് മേക്കിംഗ് ദ ഹോസ്റ്റ് കോമ്പിറ്റൻറ്റ്. ഇവിടെ ഹോസ്റ്റായ എസ്കരീഷ്യ കൊളൈ ബാക്ടീരിയയെ ഈ പ്ലാസ്മിഡിനെ വലിച്ചെടുക്കാൻ പാകത്തിന് നമ്മൾ തയ്യാറാക്കി എടുക്കണം. അതാണ് എനേബിളിംഗ് ദ ഹോസ്റ്റ് ടു ടേക്ക് അപ്പ് ദ DNA പ്ലാസ്മിഡ്. അതാണ് മേക്കിംഗ് ഇറ്റ് കോമ്പിറ്റൻറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ചില പ്രക്രിയകളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ അതിനെ ഒരു ഡൈവലൻ കാറ്റയോണ് 2+ ചാർജ് ഇല്ലേ, അതാണ് ഡൈവലൻ കാറ്റയോണായ കാൽഷ്യം പോലുള്ള അയോൺസിൽ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ മെംബ്രെയിൻ്റെ ആ പെർമിയബിലിറ്റി ഒന്ന് വ്യത്യാസം വരികയും DNA കയറി പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അതേ തുടർന്ന് നമ്മൾ ഈ ബാക്ടീരിയയെ 0 ഡിഗ്രി സെൽഷ്യസിൽ വെക്കണം. അപ്പോൾ വളരെ തണുപ്പല്ലേ, ഐസിൽ ഇങ്ങനെ വിറച്ചിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മൾ ഐസിൽ നിന്ന് മാറ്റിയിട്ട് 42 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റും. അപ്പം 42 എന്ന് പറഞ്ഞാൽ വലിയ ചൂടല്ല, പക്ഷേ 0യിൽ നിന്ന് പെട്ടെന്ന് പോകുമ്പോഴേക്കും അത് പെട്ടെന്നൊരു ചേഞ്ചാണ്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഹീറ്റ് ഷോക്ക്. അതും വളരെ ചെറിയ സമയം വെച്ചിട്ട് പെട്ടെന്ന് വീണ്ടും ഐസിലേക്ക് കൊണ്ടുവരും. അപ്പോഴേക്കും ബാക്ടീരിയയ്ക്ക് മതിയാവും അല്ലേ. കാരണം ചൂട് ഐസ് അപ്പോഴേക്കും നാച്ചുറലി ദ പ്ലാസ്മിഡിനെ അത് ഏറ്റെടുക്കും. അതിൻ്റെ പേരാണ് മേക്കിംഗ് ദ ബാക്ടീരിയ കോമ്പിറ്റൻറ്റ്. ഈ സ്റ്റെപ്സ് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ ബാക്ടീരിയയ്ക്ക് ഒരു ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ നമുക്കൊരു പ്ലാസ്മിഡ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാക്കി. പക്ഷേ ഈ പ്ലാസ്മിഡ് കൊടുത്താൽ നമുക്ക് മനുഷ്യരിലേക്ക് മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ വേറൊരു ആനിമലിലേക്ക് മാറ്റാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മുടെ ബോഡിയിൽ പ്ലാസ്മിഡ് ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ സെല്ല് പ്ലാസ്മിഡ് എടുക്കില്ല. പ്ലാസ്മിഡ് അകത്ത് വന്നാലും മൾട്ടിപ്ലൈ ചെയ്യില്ല അല്ലേ, അത് നാച്ചുറലായിട്ട് നമുക്കുള്ളതല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആനിമൽസിൽ ഉപയോഗിക്കാനായിട്ട് റിട്രോ വൈറസസിനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈറസസിനെ നമുക്ക് ബാക്ടീരിയയിൽ ഉപയോഗിക്കാം. ബാക്ടീരിയയെ അറ്റാക്ക് ചെയ്യുന്ന വൈറസ് ഉണ്ട്, ബാക്ടീരിയോഫേജ് വൈറസ്. ചില സമയത്ത് അതും ഉപയോഗിക്കാം. അല്ലെങ്കിൽ ആനിമൽസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ വൈറസാണ് ഉപയോഗിക്കുന്നത്. മങ്കീസിലോട്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ SV40 എന്നൊരു വൈറസാണ് ഉപയോഗിക്കുന്നത്. അതൊരു ഡിസീസ് കോസിങ് വൈറസ് ആണ്. അതേപോലെ ഹ്യൂമൻ ബീയിങ്സിലായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഹെർപ്പിസ് വൈറസും അഡിനോ വൈറസും ആണ്. പക്ഷേ നമുക്കറിയാം ഈ വൈറസ് നമ്മുടെ ബോഡിയിൽ വന്നാൽ നമുക്കിപ്പോൾ ഹെർപ്പിസ് അസുഖമൊക്കെ വരില്ലേ. അപ്പോൾ അതിനു മുമ്പ് ഈ അസുഖം ഉണ്ടാക്കുന്ന ജീനിനെ നമ്മൾ നിർവീര്യമാക്കണം. അപ്പോൾ അതിനെ പറയുന്ന പേരാണ് ഡിസാംഡ് പാത്തജൻ. ആ ഭാഗത്ത് ആ അസുഖം ഉണ്ടാക്കുന്ന ജീനിലായിരിക്കും നമ്മൾ ഇൻസേർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിർവീര്യമാകും. അപ്പോൾ അതിനുശേഷം ഈ വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്താലും നമുക്ക് അസുഖം കിട്ടുന്നില്ല, പക്ഷേ നമ്മുടെ ശരീരത്തിലോട്ട് ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കടന്നു വരും. അപ്പോൾ വൈറസസ് ഉപയോഗിക്കുന്നത് എവിടെയാണ്? ആനിമൽസിലാണ്. ഏതുതരം വൈറസാണ് ഉപയോഗിക്കുന്നത്? റിട്രോ വൈറസ്. ഇനി നമുക്ക് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഒരു പ്ലാന്റിലാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ പ്ലാന്റ്സിന് കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? പ്ലാന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പാത്തജൻ വേണം അല്ലേ. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബാക്ടീരിയ ആണ്. ഈ ബാക്ടീരിയയുടെ പേര് അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് എന്നാണ്. അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്താൽ അതിൽ ക്രൗൺ ഗോൾ ഡിസീസ് ഉണ്ടാക്കും. അതൊരു ട്യൂമർ ഇൻഡ്യൂസിങ് ആണ്. അതായത് ഈ ബാക്ടീരിയ സോയിലുണ്ടായിരിക്കും. എങ്ങനെയെങ്കിലും പ്ലാന്റിൻ്റെ ഏതെങ്കിലും ഒരു വേൺ ഔട്ട് പാർട്ട് അല്ലെങ്കിൽ ഒരു വൂണ്ടഡ് റീജിയൻ ഈ ബാക്ടീരിയയായിട്ട് കോണ്ടാക്റ്റിൽ വന്ന്, ഈ സോയിലുമായിട്ട് കോണ്ടാക്റ്റിൽ വന്നാൽ ആ റീജിയനിൽ കൂടി ഈ ബാക്ടീരിയ അകത്ത് കയറും. അതിനുശേഷം അവിടെ സെൽസിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ ഒരു വലിയ ട്യൂമർ ഉണ്ടാക്കും. എന്നിട്ട് ഈ ട്യൂമറിനകത്ത് ബാക്ടീരിയയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രൗൺ ഗോൾ ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയയാണ് ആര്? അഗ്രോബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ്. അപ്പോൾ ഈ ബാക്ടീരിയയ്ക്ക് അതിനകത്ത് ട്യൂമർ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ആ ബാക്ടീരിയയിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ട്, അതിൻ്റെ പേരാണ് TI പ്ലാസ്മിഡ്. TI എന്ന് പറഞ്ഞാൽ ട്യൂമർ ഇൻഡ്യൂസിങ് പ്ലാസ്മിഡ്, അതായത് ട്യൂമർ ഉണ്ടാക്കാൻ കഴിവുള്ള പ്ലാസ്മിഡ്. അപ്പോൾ ആ ട്യൂമർ ഉണ്ടാക്കണം അതിനൊരു ജീൻ വേണ്ടേ. അപ്പോൾ ആ TI പ്ലാസ്മിഡിൽ ഒരു ജീനുണ്ട്, അതിൻ്റെ പേരാണ് T ജീൻ അഥവാ ട്യൂമർ ജീൻ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ ഈ T ജീനിലാണ് വെക്കുന്നത്. അതോടെ ഈ ഡിസീസ് ഉണ്ടാക്കാനുള്ള കഴിവങ്ങ് ബാക്ടീരിയയ്ക്ക് നഷ്ടപ്പെടും. എന്നിട്ട് നമ്മൾ അവിടെ നമ്മുടെ ജീനിനെ വെച്ചിട്ട് ബാക്ടീരിയ ഇൻഫെക്റ്റ് ചെയ്യാൻ അനുവദിക്കും. അപ്പോൾ ബാക്ടീരിയ പോയി ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ട്യൂമർ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് വേണ്ട ജീൻ പ്ലാന്റ്സിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും.
അപ്പോൾ അത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊന്നിലേക്ക് വരാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന സമയത്ത് ആദ്യം എടുക്കുന്ന ആ സെല്ലിലേക്ക് തന്നെ ഇത് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നീട് ഉണ്ടാകുന്ന ഹോൾ പ്ലാന്റ്സിൽ എന്തുണ്ടാകും? ഈ ഒരു ജീൻ എല്ലാ പാർട്ടിലും ലഭ്യമാകും. അപ്പോൾ ഇതാണ് പ്ലാന്റ്സിലെ വെക്ടർ. അപ്പോൾ ബാക്ടീരിയയിൽ നമ്മൾക്ക് ബാക്ടീരിയ ഫേജസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്ലാസ്മിഡ് ഉപയോഗിക്കുന്നു. ആനിമൽസിലാണെങ്കിൽ റെട്രോ വൈറസ് ഉപയോഗിക്കുന്നു. പ്ലാന്റ്സിലാണെങ്കിൽ അഗ്രോ-ബാക്ടീരിയം ട്യൂമിഫേഷ്യൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊരു ക്ലോണിംഗ് വെക്ടറാണ് കോസ്മിഡ്. കോസ്മിഡ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് വേർഡ് ജോയിൻ ചെയ്തുണ്ടാക്കിയിരിക്കുന്നതാണ്, കോസ് ആൻഡ് പ്ലാസ്മിഡ്. കോസ് എന്ന് പറയുന്നത് കൊഹിസീവ് സൈറ്റ്, അതായത് ഒട്ടിപ്പിടിക്കാൻ കഴിവുള്ള സ്റ്റിക്കി സൈറ്റിനെയാണ് കൊഹിസീവ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്ടീരിയോ ഫേജ് DNA, അതായത് ഫേജ് എന്ന് പറയുന്നത് എന്താണ്? വൈറസ് അല്ലേ? അവരുടെ DNA-ക്ക് ഈ കൊഹിസീവ് എൻസ് ഉണ്ട്, ഒട്ടാൻ പറ്റുന്ന എൻസ് ഉണ്ട്. അപ്പോൾ ആ എൻസ് ഉള്ളത് കൊണ്ടാണ് അവരൊരു ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്തതിന് ശേഷം ആ DNA വളഞ്ഞു വന്നിട്ട് ജോയിൻ ചെയ്ത് ഒരു സർക്കുലർ ഫോമിലാകുന്നത്. അപ്പോൾ ആ കോസ് സൈറ്റിലേക്ക് നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് കൊടുത്തിട്ട് അതിനെ നമുക്ക് നല്ലൊരു വെക്ടറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ലാർജ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് DNA ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെക്ടറാണ് കോസ്മിഡ്. അപ്പം ഫേജ്-മിഡ് എന്ന് പറയുന്നതും ഫേജ് DNA-യും പ്ലാസ്മിഡും കൂടെ ജോയിൻ ചെയ്തുണ്ടാക്കുന്നതാണ്. ഇതും ക്ലോണിംഗ് വെക്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതുവരെ നമ്മൾ കണ്ടത് വെക്ടർ ഉപയോഗിച്ച് എങ്ങനെ ജീനിനെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്നാണ്. പക്ഷേ എപ്പോഴും നമുക്ക് വെക്ടറിൻ്റെ ആവശ്യമില്ല. നമ്മൾ വെക്ടർലെസ് മെത്തേഡ്സ് ഉപയോഗിക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് ആദ്യത്തേത് മൈക്രോ ഇഞ്ചക്ഷൻ. പേര് പറയുന്നത് പോലെ തന്നെ ഒരു മൈക്രോ നീഡിൽ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള DNA ഡയറക്റ്റായിട്ട് ഈ ന്യൂക്ലിയസിനകത്തേക്ക് ഇഞ്ചെക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് നമ്മൾ സാധാരണയായി ആനിമൽ സെൽസിലാണ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് DNA നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാൻ പറ്റും. ഇനി പ്ലാന്റ് സെല്ലിലേക്ക് വരുമ്പോൾ ഈ ഒരു ഇഞ്ചക്ഷൻ സാധ്യമല്ല. കാരണം പ്ലാന്റ് സെൽസിന് പുറത്തൊരു റിജിഡ് ആയിട്ടുള്ള സെൽ വോൾ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് ഹൈ വെലോസിറ്റിയിൽ നമ്മളൊന്ന് ബൊമ്പാർഡ് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഹൈ വെലോസിറ്റി പാർട്ടിക്കിൾസ് ആണ്. അതാണ് ബയോളിസ്റ്റിക് ഗൺ അഥവാ ജീൻ ഗൺ അഥവാ പാർട്ടിക്കിൾ ഗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ ചെറിയ മൈക്രോ പാർട്ടിക്കിൾസ് ബുള്ളറ്റ്സ് ഉണ്ടാക്കും. എന്ത് വെച്ചിട്ട്? ഇനേർട്ട് ഇതായിട്ടുള്ള ടങ്സ്റ്റൺ ഒക്കെ വെച്ചിട്ട്, ടങ്സ്റ്റൺ, പ്ലാറ്റിനം പോലുള്ള മെറ്റൽസ് ഉപയോഗിച്ചിട്ട് ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പുറത്ത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട DNA അറ്റാച്ച് ചെയ്യും. എന്നിട്ട് ഇതിനെ ഹൈ വെലോസിറ്റിയിൽ ഷൂട്ട് ചെയ്യും. അത് പിയേഴ്സ് ചെയ്ത് സെൽ വോൾ പിയേഴ്സ് ചെയ്ത് സെല്ലിനകത്ത് ന്യൂക്ലിയസിൽ എത്തത്തക്ക വിധത്തിൽ അതിൻ്റെ വെലോസിറ്റി അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ അത് ടാർഗറ്റ് സൈറ്റിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമതൊരു മെത്തേഡ് ഇലക്ട്രോപോറേഷൻ. പോർ എന്ന് പറഞ്ഞാൽ ഹോൾസ് ആണ്. അതായത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് സെല്ലിൻ്റെ ആ മെംബ്രെയിനുള്ള പോസ് വലുതാക്കി അതിലേക്ക് DNA കടത്തിവിടുന്ന മെത്തേഡാണ് ഇലക്ട്രോപോറേഷൻ. അപ്പോൾ നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ വെക്ടേഴ്സ് ഉപയോഗിച്ചും ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വെക്ടർലെസ് മെത്തേഡിലും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇതുവരെയുള്ള കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.